കോമഡി ഇനി വേണ്ടല്ലോ. അല്ല, കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പൊ അടൂർ ബാസി സാറ് ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്ത കോമഡിക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതി വരണം, അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം, അതുപോലെ സീൻസ് ഉണ്ടാവണം, ക്യാരക്ടർ ഉണ്ടാവണം. ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഇത് ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അങ്ങനത്തെ വരാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടും ഇത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഒരു തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത്. ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടം ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ്. നീ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഭയങ്കര അടിപൊളി കോമഡി ഒന്നുമില്ല, പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തത്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അവരെ കാണാത്ത ഫേസ്, ന്യൂ ഫേസ് ആയിരുന്നു കുറെ പേര്. അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു. ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു കോമഡി സിനിമയിൽ രോമാഞ്ചം. അപ്പൊ അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ തമാശ പടം. അത് എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. അതുപോലത്തെ വരുന്ന നല്ല പ്രതീക്ഷയുണ്ട്. ഏത്? ആ, ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ ഇതിന്. അതങ്ങനെ ചെയ്തെടുക്കാൻ നേരത്തെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അതിന് ചിലപ്പോ പേപ്പറിലുണ്ടാവും. ഞങ്ങളല്ല, എനിക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പേപ്പറിൽ എഴുതിയിരിക്കുന്ന നല്ലൊരു സിനിമ വന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതുമേലെ ഇപ്പൊ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമുള്ളൂ. പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യം തലയിൽ ഉദിക്കുന്നത് റാഫി ബക്കാട്ടിന്റെ ബ്രെയിനിലാണ്. അവർ രണ്ടുപേരും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത്, മുതലാളിനെ ഉണ്ടാക്കിയത്, ഉണ്ണീനെ ഉണ്ടാക്കിയത്, പഞ്ചാബികളെ ഉണ്ടാക്കിയതൊക്കെ അവരാണ്. അവർ ഞങ്ങളുടെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ രണ്ടുപേര് വേണം. അതുണ്ടാവട്ടെ, അതുണ്ടാവും. നല്ല സിനിമ ഉണ്ടാവും, നല്ല തമാശപ്പടങ്ങൾ ഉണ്ടാവും. ഡെഫിനറ്റ് ആണ്.